ട്രംപ് ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഡ് ലൈൻ, അതായത് ആ സമയം തീരുന്നതിന് മുമ്പ് ഇറാന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും സുരക്ഷിതമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനിലെ പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകൾ എല്ലാം ആക്രമിച്ച് തകർക്കാൻ താൻ ഓർഡർ ഇടുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ പവർ പ്ലാന്റിൽ നിന്നായിരിക്കും ഈ ആക്രമണം തുടങ്ങുക എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നൽകിയ ആ ഡെഡ് ലൈന് സമയം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, 2000-ലധികം US മറൈൻസുകളും അതേപോലെ കുറേയധികം യുദ്ധക്കപ്പലുകളും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്കിടയിൽ ശരിക്കും വലിയൊരു പേടി ഉണ്ടായിട്ടുണ്ട്. കാരണം വെറും ഭീഷണികളിലും എയർ സ്ട്രൈക്കുകളിലും മാത്രം നിന്നിരുന്ന ഈ പ്രശ്നം ഇനി നേരിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ അതിലും വലിയൊരു യുദ്ധത്തിലേക്കോ കടക്കുമോ എന്നൊരു ഭയം ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. ഇനി ഇറാന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യജീവനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഏകദേശം 2000-ഓളം ആളുകൾ മരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതുമാത്രമല്ല, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ ഈ ബ്ലോക്കേഡ്, അതായത് ആ ഉപരോധം നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ഇറാന്റെ നേവി കമാൻഡറെ തങ്ങൾ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ചർച്ചകളിൽ പല കാര്യങ്ങളും ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട് എന്നാണ് ട്രംപ് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ ഇറാനിയൻ ഒഫീഷ്യൽസ് ഈ കാര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് അമേരിക്ക വെച്ച ഒരു 15 പോയിന്റ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിന് ഇറാന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു. എന്നാൽ അതിന് വാഷിംഗ്ടൺ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം തീരാന് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ട്രംപ് പറയുന്ന ആ 15 പോയിന്റ് പ്ലാനിൽ നോക്കിയാൽ ശരിക്കും അദ്ദേഹം യുദ്ധത്തിന് മുമ്പ് പറഞ്ഞിരുന്ന പഴയ അതേ ഡിമാൻഡുകൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ അവരുടെ സ്വന്തം മണ്ണിൽ നടത്തുന്ന യുറേനിയം എൻറിച്ച്മെന്റ് പരിപാടികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സിംഹഭാഗവും ഇല്ലാതാക്കണം. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം അവർ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നിർത്തണം. ഇതിനെല്ലാം പകരമായിട്ട് അമേരിക്ക പറയുന്നത് ഇവർക്ക് ഉപരോധങ്ങളിൽ നിന്ന് ചെറിയൊരു റിലീഫ് നൽകാം. ഒപ്പം സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമുകൾക്ക് കുറച്ച് സഹായം ചെയ്യാം. ഇത് മാത്രമാണ്. പക്ഷേ മുർത്താസ് എന്ന അനലിസ്റ്റ് വാദിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആഴ്ചകൾ നീണ്ടുനിന്ന ഈ യുദ്ധത്തിന് ശേഷം നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ ഡിമാൻഡുകൾക്കൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് ഇറാന്റെ നിലനിൽപ്പ് എന്ന് ഈ യുദ്ധം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇത്രയധികം ബോംബിംഗ് നടന്നിട്ടും അവരുടെ ഒരുപാട് മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും അവിടെ ആ ഭരണകൂടം ഒന്നും തകർന്നു വീണിട്ടില്ല. അവരുടെ മിസൈലുകളും ഡ്രോൺ ഫോഴ്സുകളും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ പ്രദേശത്തുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകൾക്കും അതുപോലെ കപ്പലുകൾ പോകുന്ന വഴികൾക്കും വലിയ ഭീഷണി ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവരെ തെളിയിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ റീജിയണിലുള്ള 12 അതിലധികമോ അമേരിക്കൻ ഫെസിലിറ്റികളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ വരെ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നെഗോസിയേഷൻ ടേബിളിൽ, അതായത് ഈ ചർച്ചകളിൽ ഇപ്പോൾ ഇറാന്റെ സ്ഥാനമാണ് കൂടുതൽ സ്ട്രോങ് എന്ന്. കാരണം എയർ അറ്റാക്കുകളുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം ബോംബിംഗ് വഴി ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു പ്രഷർ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതേസമയം മിസൈലുകളും ഡ്രോണുകളും തുടർച്ചയായിട്ട് വിക്ഷേപിക്കാനുള്ള ഇറാന്റെ കഴിവ് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ലെവറേജ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില വെസ്റ്റേൺ മീഡിയകൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിക് മുൻതൂക്കം ഇപ്പോൾ ഇറാന്റെ കൈകളിലേക്കാണ് മാറിയിരിക്കുന്നത് എന്ന്. ഇനി അമേരിക്ക ഈ കാര്യം തുറന്ന് സമ്മതിച്ചാൽ തന്നെ അവർക്ക് അവരുടെ സ്വന്തം ജനങ്ങളോട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ ശത്രുവിനെ പഴയതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി എന്തിനായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയത്? ഇതേ സമയം പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള യാതൊരു വഴിയും മുർത്താസ ഇപ്പോൾ കാണുന്നില്ല. കാരണം രണ്ടു കൂട്ടരും അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. ആ 15 പോയിന്റുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അമേരിക്ക ഇതുവരെ ഇറാനോട് സീരിയസ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഈ ചർച്ചകൾ ഇപ്പോൾ സമാധാനത്തിലേക്കുള്ള ഒരു വഴി എന്നതിലേക്ക് ഉപരി വെറുതെ സമയം കളയാൻ
ചെയ്യാനുള്ള ഒരു ഏർപ്പാട് പോലെയാണ് തോന്നുന്നത്. ഇനി മിലിറ്ററി സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ ഒരു ഫൈനൽ ബ്ലോ, അതായത് ഒറ്റയടിക്ക് എല്ലാം അവസാനിപ്പിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ ഒന്നും അമേരിക്കയുടെ മുന്നിലില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പേർഷ്യൻ ഗൾഫിലുള്ള ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ചില ദ്വീപുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തടയാൻ വേണ്ടി സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിനടുത്തുള്ള ഇറാന്റെ തീരപ്രദേശങ്ങളിൽ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ നടത്താം. അതുമല്ലെങ്കിൽ ഒരു സിംബോളിക് വിജയത്തിനു വേണ്ടി ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിനെ അയച്ച് അവിടുത്തെ എൻറിച്ച്ഡ് യുറേനിയം പിടിച്ചെടുക്കാനും ശ്രമിക്കാം. പക്ഷേ ഈ പറയുന്ന പ്ലാനുകൾ എല്ലാം തന്നെ വളരെ കോംപ്ലക്സ് ആണ്, വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ഇതുകൊണ്ടൊന്നും ഇറാൻ കീഴടങ്ങാൻ പോകുന്നില്ല. ഇതിനൊപ്പം തന്നെ ഇറാന്റെ ഒരു പാർലമെന്റ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു അയൽ രാജ്യത്തിന്റെ സഹായത്തോടെ ശത്രുക്കൾ തങ്ങളുടെ ഒരു ദ്വീപ് പിടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവരുടെ സംസാരത്തിന്റെ രീതി വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിലെ ഭരണകൂടത്തെ മാറ്റുന്നതിനെ കുറിച്ച് വരെ അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അബു മൂസ, അതുപോലെ ഗ്രേറ്റർ ആൻഡ് ലെസ്റ്റർ ടൂൺബ് എന്നീ ദ്വീപുകളുടെ കാര്യത്തിൽ ഇറാനുമായിട്ട് UAEക്ക് കാലങ്ങളായിട്ട് നിലവിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റീജിയണൽ സ്റ്റേറ്റ് UAE ആകാനാണ് സാധ്യത എന്ന് മുർത്താസ് കരുതുന്നു. ഇനി അമേരിക്കയോ അവരുടെ കൂടെ നിൽക്കുന്നവരോ ഈ ദ്വീപുകൾ പിടിച്ചെടുത്താൽ തന്നെ അത്ഭുതം സംഭവിച്ചതുപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള കപ്പലുകളുടെ യാത്ര പെട്ടെന്ന് സേഫ് ആകാൻ പോകുന്നില്ല. കാരണം ഈ വഴി അടച്ചിടാൻ ഇറാൻ എപ്പോഴും വലിയ ആക്രമണങ്ങൾ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടെ ഏതെങ്കിലും ഒരു ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്ക് നടത്തിയാൽ മാത്രം മതി. അത് ആ കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന കമ്പനികളെ പേടിപ്പിക്കാൻ ധാരാളമാണ്. അവർ കവറേജ് നൽകാൻ തയ്യാറാകാതിരുന്നാൽ തന്നെ മിക്കവാറും എല്ലാ കൊമേഴ്ഷ്യൽ കപ്പലുകളുടെയും യാത്ര അവിടെ നിൽക്കും. വളരെ ദൂരെ നിന്ന് ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്ന വില കുറഞ്ഞ ഡ്രോണുകൾ അവരുടെ കൈവശം ഉള്ളതുകൊണ്ട് ഈ ചെറിയ ദ്വീപുകൾ പിടിച്ചെടുക്കുന്നത് ശരിക്കും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകാനാണ് സാധ്യത. അവിടെ നിൽക്കുന്ന പട്ടാളക്കാർ വളരെ എളുപ്പത്തിൽ ഇറാന്റെ ടാർഗറ്റുകളായിട്ട് മാറും. അവരുടെ സപ്ലൈ ലൈനുകളും ബേസുകളും വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നീക്കങ്ങളെ ഒരുതരം ഡെസ്പറേറ്റ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ട് അദ്ദേഹം കാണുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായും തകരുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇനി കുറച്ചുകൂടി വലിയൊരു പിക്ചറിൽ നോക്കുമ്പോൾ മുർത്താസ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധലക്ഷ്യങ്ങൾ ഒരുപോലെയല്ല. അമേരിക്കയുടെ താല്പര്യം ഗൾഫ് മേഖലയിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം തിരികെ കൊണ്ടുവരിക എന്നതാണ്. അതായത് ഹോർമുസ് തുറക്കുക, എനർജി മാർക്കറ്റുകൾ ശാന്തമാക്കുക, പിന്നെ പണ്ടത്തെ പോലെ അമേരിക്ക എല്ലാവർക്കും സുരക്ഷ നൽകുന്ന ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്ന ആ പഴയ സിസ്റ്റം തിരികെ കൊണ്ടുവരിക. എന്നാൽ നേരെ മറിച്ച് ഇസ്രായേലിന് അങ്ങനെയല്ല. അവർക്ക് അവിടുത്തെ ഈ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അതായത് ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ഒരു അരാജകത്വം ഉണ്ടാകുന്ന അവസ്ഥ. ഇറാനിൽ മാത്രമല്ല, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ എല്ലാം പൂർണ്ണമായിട്ട് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിലൂടെ അവർക്ക് എതിരാളികളായിട്ടുള്ള എല്ലാവരുടെയും ശക്തി കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ലോകം മുഴുവൻ ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടായി. അത് ഇസ്രായേലിനെ തന്നെ ബാധിച്ചാൽ പോലും അവർക്ക് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ പോളിസികൾ ഇപ്പോൾ കൂടുതലും തീരുമാനിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റിനുള്ളിൽ തന്നെയുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും നെറ്റ്വർക്കുകളുമാണ്. ഇസ്രായേലിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സുഹൃത്തുക്കൾ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അമേരിക്കയുടെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ അവസ്ഥ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ ഭയാനകമായിരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിൻ്റെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഇറാനും ഗൾഫ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും പൂർണ്ണമായിട്ട് തകർക്കപ്പെടുന്ന ഒരു മിഡിൽ ഈസ്റ്റ് ആയിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. പക്ഷേ അതിനെ അമേരിക്കയും അതുപോലെ ആ റീജിയണും ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട
മെസ്സേജ് ഇതാണ്: പെട്ടെന്ന് ഒരു ഡിപ്ലോമാറ്റിക് ഡീല് അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ഒരു പരിഹാരം ഇപ്പോൾ കാണുന്നില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനുമില്ല. അതുപോലെ തന്നെ ഇത്രയധികം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇറാൻ ഇപ്പോൾ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നത്. അവർക്കിപ്പോൾ നല്ലൊരു ലെവറേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് വളരെ ക്ലീനായ കൃത്യമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാകുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാകാനും ചിലപ്പോൾ അമേരിക്കൻ പട്ടാളക്കാർക്ക് നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോകാനാണ് കൂടുതൽ സാധ്യത.